നമസ്കാരം. എം എ ബേബി പിണറായി വിജയൻ്റെ പാദസേവകനായി തുടരുമോ അതോ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചേരുമോ? ഒടുവിൽ CPM-ലെ ഒന്നാമനായി മാറി എം എ ബേബി. തുടക്കം പിഴയ്ക്കാതെ മുന്നോട്ട് പോകാൻ എം എ ബേബി കരുതി വയ്ക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? അവനാഴിയിലെ അവസാന അസ്ത്രവും എടുത്ത് പ്രയോഗിച്ചിട്ടാണോ ഒന്നാമനായത് പാർട്ടിയിൽ, അതോ പിണറായിയുടെ പാദസേവകനായി മാറിയിട്ടാണോ ഈ ആലങ്കാരിക പദവിയിലേക്ക് നടന്നു കയറിയത്? എന്നാൽ പടിയേറ്റം കഴിഞ്ഞ് ഡൽഹിക്ക് വണ്ടി കയറാതെ ബേബി തിടുക്കത്തിൽ കേരളത്തിലേക്ക് കുതിച്ചെത്തിയത് എന്തിനായിരുന്നു? പിണറായിയുടെ കണ്ണിലെ കരടായ GS-നെ മറക്കില്ല എന്നും VS-നെ തള്ളിക്കളയില്ല എന്നും പ്രഖ്യാപനം നടത്തിയത് എന്തിനാണ്? രാഷ്ട്രീയ ഗുരുവിനെ കാണാൻ തിടുക്കം കാട്ടിയത് എന്തുകൊണ്ട്? സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് ബേബി നൽകുന്നത് ചേർത്ത് നിർത്തലിൻ്റെ രാഷ്ട്രീയ സന്ദേശമാണോ, അതോ ഒരിക്കൽ അഴിച്ചുവെച്ച മുഖ്യമന്ത്രിയുടെ സ്വപ്നവേഷം അത് തിരികെ പിടിക്കുവാനുള്ള കൗശലമാണോ? വലിയ ചോദ്യമാണത്. എല്ലാവരെയും ചേർത്ത് നിർത്തി മാത്രമേ താൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു സന്ദേശം നൽകി CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി. ആലപ്പുഴയിൽ G സുധാകരനെ വീട്ടിലെത്തിക്കണ്ട ബേബി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് ആരെയും തഴയാതെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചനയാണ്. CPM സംസ്ഥാന നേതൃത്വവുമായിട്ട് അകൽച്ചയിൽ കഴിയുന്ന സുധാകരനെ വീട്ടിലെത്തിക്കണ്ട് അംഗീകരിക്കുകയായിരുന്നു G സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരിട്ട് വിമർശനമൊന്നും സുധാകരൻ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ പല അഭിപ്രായങ്ങളും ചെന്നുകൊണ്ടത് കേരളത്തിലെ ഭരണ നേതൃത്വത്തിനാണ് എന്നുള്ളതാണ്. പ്രസംഗങ്ങളിലൂടെയും കവിതയിലൂടെയും തിരുത്തൽ ശക്തിയാകാൻ ശ്രമിക്കുന്ന G സുധാകരൻ CPM നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടാണ്. CPM ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോലും സുധാകരനെ തഴഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സമ്മേളനത്തിലും G സുധാകരൻ പങ്കെടുത്തില്ല. അതിനിടെ കോൺഗ്രസിൻ്റെ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന KPCC-യുടെ വാർഷികത്തിൽ ഇതേ G സുധാകരൻ ചർച്ചകൾക്ക് പുതുമാനം നൽകുകയും ചെയ്തു. ആലപ്പുഴയിൽ സുധാകരനെ പിന്തുണയ്ക്കുന്ന പൊതുസമൂഹം ഏറെയുണ്ട്. ആ വോട്ടുകൾ CPM-ലേക്ക് ചേർത്ത് നിർത്തണമെങ്കിൽ ആ സഖാവിനെ പാർട്ടിയോട് അടുപ്പിക്കണമെന്ന വാദം അത് സജീവമായിരുന്നു. പക്ഷേ കേരളത്തിലെ നേതാക്കൾ അതിന് തയ്യാറായില്ല. ഇതിനിടെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയായ എം എ ബേബി സുധാകരനെ വീട്ടിലെത്തി കണ്ടത്. താൻ കണ്ടെത്തി വളർത്തിയ എം എ ബേബിയെ ഇരുകയും നീട്ടിയാണ് സുധാകരൻ വീട്ടിൽ സ്വീകരിച്ചതും. വീട്ടിലെത്തിയ നേതാവ് CPM-ന്റെ ഒന്നാമനാണെന്നത് സുധാകരനെ CPM-ൽ തന്നെ ചേർത്ത് നിർത്തുമെന്ന പ്രതീക്ഷ ആലപ്പുഴയിലെ സഖാക്കൾക്ക് ഉണ്ട് താനും. ബേബിയുമായിട്ട് ഏകദേശം 57 വർഷത്തെ അടുപ്പമുണ്ട് എന്നും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് എന്നും G സുധാകരൻ പ്രതികരിച്ചു. തീക്കനൽ ചവിട്ടിക്കയറിയാണ് G സുധാകരൻ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിലേക്ക് എത്തിയതെന്ന് എം എ ബേബിയും പറഞ്ഞു. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലകളിൽ നിന്ന് പല സഖാക്കളും ഒഴിഞ്ഞൽപ്പുണ്ട്. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ അടക്കം പലരും. അവർ തുടർന്നും ഔപചാരിക ചുമതലകളില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സുധാകരൻ സാറും അത്തരത്തിൽ ആലപ്പുഴയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും സംഘടനാ രംഗത്ത് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന പുതിയ മാതൃകകളുടെ ഗുണവും ദോഷവും പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ബേബി വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാർട്ടിക്കൊപ്പം സുധാകരൻ ഉണ്ടാകണമെന്ന് ബേബി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സംഘടനാ രംഗത്ത് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന പുതിയ മാതൃകകളുടെ ഗുണവും ദോഷവും വിശകലനം ചെയ്യാൻ സുധാകരനും കൂടെ ഉണ്ടാകണമെന്നുള്ളൊരു സന്ദേശം കൂടി ബേബി നൽകുന്നുണ്ട്. EMS-ന് ശേഷം ഈ പദവിയിൽ കേരളത്തിൽ നിന്നും എത്തുന്ന നേതാവ് എന്ന പ്രത്യേകതയും ബേബിക്കുണ്ട് താനും. വന്ന വഴി മറക്കാതെ തൻ്റെ രാഷ്ട്രീയത്തിലെ ഗുരുവായിട്ടുള്ള കൊല്ലം പ്രാക്കുളത്തെ പഴയകാല ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള VK വിക്രമനെയും പാർട്ടിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച VS-നെയും സന്ദർശിച്ച എം എ ബേബി CPM-ലെ തൻ്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയ SFI എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള G സുധാകരനെയും മറന്നില്ല. SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന G സുധാകരനായിരുന്നു ബേബി എന്ന വിദ്യാർത്ഥി നേതാവിനെ കണ്ടെത്തിയതും വളർത്തിയതും. 1970-ൽ SFI രൂപീകരിക്കുന്ന സമയത്ത് എം എ ബേബി പ്രാക്കുളം ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. SFI-യുടെ സജീവ പ്രവർത്തകനായിരുന്നു ഈ എം എ ബേബി എന്നുള്ളത്. ഈ സമയത്താണ് ബേബിക്കെതിരെ സ്കൂളിൽ നിന്നും നടപടി ഉണ്ടായത്. തുടർന്ന് CPM പ്രവർത്തകരും വിദ്യാർത്ഥികളും പ്രാക്കുളം ജംഗ്ഷൻ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അന്ന് SFI സംസ്ഥാന പ്രസിഡന്റായിരുന്ന G സുധാകരൻ തന്നെ നേരിട്ടെത്തുകയുണ്ടായി. അവിടെ ബേബി നടത്തിയ ഒരു പ്രസംഗം G സുധാകരനെ വല്ലാതെ ആകർഷിച്ചു. ബേബി SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലഘട്ടത്തിൽ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു G സുധാകരൻ. ബേബിയെ SFI നേതൃത്വത്തിൽ സജീവമാക്കിയതും പദവികൾ നൽകിയതും സുധാകരനായിരുന്നു. പിന്നീട് DYFI-ൽ സജീവ പ്രവർത്തകനായി. ബേബി അഖിലേന്ത്യാ പ്രസിഡന്റായി. EMS-ന്റെ സഹായിയായി. VS അച്യുതാനന്ദന്റെ അനുയായി എന്ന നിലയിൽ കേരളത്തിൽ തിരിച്ചെത്തി. പിന്നീട് VS-ന്റെ മന്ത്രിസഭയിൽ അംഗം കൂടിയായി.
ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി. അപ്പോഴും വന്ന വഴി ബേബി മറന്നില്ല. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ബേബി നേരെ തിരുവനന്തപുരത്തെത്തി. ആദ്യം പോയത് BSനെ കാണാൻ. DYFIയിൽ തനിക്ക് മുമ്പ് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന EP ജയരാജനെയും M വിജയകുമാറിനെയും കൂടെ കൂട്ടിയുള്ള ഒരു യാത്ര. തൻ്റെ മുൻഗാമികളെയും രാഷ്ട്രീയ ഗുരുക്കന്മാരെയും ഓർത്ത് മുൻപോട്ട് പോകുമെന്ന ഒരു സന്ദേശമാണ് ബേബി അതിലൂടെ നൽകിയത്. മധുര പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് MA ബേബിയെ ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാവുകയും പിൽക്കാലത്ത് സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത ബേബി പാർട്ടിയുടെ ബൗദ്ധിക ദാർശനിക മുഖങ്ങളിലൊന്നായിരുന്നു. 1954 കുന്നത്ത് BM അലക്സാണ്ടറുടെയും ലില്ലിയുടെയും 8 മക്കൾ ഇളയവനായിട്ടുള്ള ജനനം, പ്രാക്കുളം NSS ഹൈസ്കൂളിൽ പഠനം, കൊല്ലം SN കോളേജിലും അദ്ദേഹത്തിൻ്റെ പഠനം വിദ്യാഭ്യാസം പൂർത്തിയാക്കലായിരുന്നു. 1975 SFIയുടെ കേരള ഘടകം പ്രസിഡന്റ്, 77 CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെത്തുന്നു. 1977 ലോക യുവജനമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു. 84 സംസ്ഥാന കമ്മിറ്റി അംഗം, 89 കേന്ദ്ര കമ്മിറ്റി അംഗം. അങ്ങനെ 2012 പോളിറ്റ് ബ്യൂറോയിലെത്തുന്നത്. SFIയുടെയും DYFIയുടെയും നിർണായക ചുമതലകൾ അദ്ദേഹം പലപ്പോഴും വഹിച്ചിട്ടുമുണ്ട്. 83 DYFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, പിന്നീട് 3 കൊല്ലത്തിനപ്പുറം 87 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു. 2016 മുതൽ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം മുഴുവനും. 86 92 രാജ്യസഭാംഗം, 2006 കൊല്ലം കുണ്ടറയിൽ നിന്ന് നിയമസഭയിൽ. അതിനുശേഷം BS അച്യുതാനന്ദൻ സർക്കാരിൽ 2016 വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തു. 2014 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും RSPയുടെ NK പ്രേമചന്ദ്രനോട് ബേബി പരാജയപ്പെടുന്നു. ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനെതിരെയൊക്കെ ബംഗാൾ ഘടകം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ബേബിയുടെയൊക്കെ എതിർപക്ഷം ഇത് പരിഗണിച്ചതേയില്ല. കാരണം കിസാൻ സഭ ദേശീയ പ്രസിഡന്റായിട്ടുള്ള അശോക് ധാവ്ലയുടെ നിലപാട് PB യോഗത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമിനെ ധാവ്ലെ നിർദ്ദേശിച്ചു. എന്നാൽ താൻ അതിനില്ല എന്ന് സലീം വ്യക്തമാക്കിയതോടുകൂടി തർക്കം വേറൊരു വഴിക്ക് മാറുകയും ചെയ്തു. ഒടുവിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ബേബിയെ നിർദ്ദേശിക്കാൻ PB തീരുമാനിക്കുന്നു. എന്നാൽ ആ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിയാണോ എന്നറിയാൻ ജനം കാത്തിരിക്കുക തന്നെ വേണം. ഒരിക്കൽ മുഖ്യമന്ത്രി വരെ ആയേക്കുമെന്ന് കരുതിയിരുന്ന MA ബേബി പാർട്ടിയിൽ ഒരു മുഖമേ ആയിരുന്നില്ല ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കും വരെ. പക്ഷേ വിധിയോ കാലമോ അല്ലെങ്കിൽ ഭാഗ്യമോ എന്തോ ഒന്ന് ബേബിക്കൊപ്പമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പിണറായിയെ വരച്ച വരയിൽ നിർത്താൻ ബേബി സഖാവിന് കഴിയുമോ, അതോ പിണറായിയുടെ ആശ്രിതനായി ശിഷ്ടകാലം ജീവിച്ചു തീർക്കുമോ എന്നറിയേണ്ടതുണ്ട് പാർട്ടിക്കും പാർട്ടിക്കാർക്കും അണികൾക്കും. ഒരു കാര്യം ഉറപ്പാണ്, CPMലെ ഒന്നാമനായി ബേബി ഉയരുമ്പോഴും ഉയർന്നു വന്ന വഴികളിലോ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ജനറൽ സെക്രട്ടറി പദവി എന്നുള്ള ദേശീയ ആലങ്കാരിക പദവിയിലേക്ക് അദ്ദേഹം നടന്നെടുക്കുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പിണറായിയെപ്പോലൊരു ഏകാധിപതിയോട് എങ്ങനെയാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന് പലപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മാറി നിൽക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, കമ്മ്യൂണിസം തലയ്ക്ക് പിടിക്കപ്പെട്ട ഒട്ടനവധി സഖാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ പാത വെട്ടിത്തുറന്ന് അവരുടെ കൂടി ഒരു സപ്പോർട്ടോടുകൂടി ഒരു പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് MA ബേബി തൻ്റെ കരുക്കൾ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നുകിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒരു വട്ടം കൂടി, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയായി MA ബേബി എത്തുക എന്നത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.